ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമയുടെയൊക്കെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ നമ്മളൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. എന്നാലും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളമല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കുഴച്ചാലും മതി. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളമായാലും പാലായാലും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളം ചൂടോടുകൂടി വേണം ചേർത്ത് കുഴച്ചെടുക്കാൻ. വെള്ളം നമ്മൾ കുറച്ചായിട്ട് ചേർത്തിട്ട് മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്താണ്. മാവ് നല്ല സോഫ്റ്റാണ്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്കും നമ്മളിത് വെക്കുന്ന പാത്രത്തിലുമൊക്കെ കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് മൂടി വെക്കുകയും കൂടി ചെയ്യണം. ഒരു 2 മണിക്കൂറൊക്കെ നമ്മളിതൊന്ന് മൂടി വെക്കണം. അപ്പോഴേക്കും ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബോൺലെസ് പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ചിലപ്പോൾ 2 മണിക്കൂർ വേണ്ടി വരില്ല. 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ടാവും. അപ്പോൾ മാവ് ഒരു ഡബിൾ സൈസായി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഈ മാവ് ഒന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 2 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ബോൾ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇത് പരത്തിയെടുക്കുമ്പോൾ തീരെ നൈസായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് മൈദ ഒന്ന് ഈ പലകയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മളിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുപ്പിയുടെയൊക്കെ അടപ്പ് വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ളതിൻ്റെ എല്ലാം മുകളിലേക്ക് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ ഓയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. വീണ്ടും മടക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീണ്ടും ഒന്നും കൂടി പതിയെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരത്തി എടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇതിന് നടുവിലേക്ക് ഇങ്ങനെ ഓയിലൊന്ന് തേച്ച് കൊടുത്തത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മളിങ്ങനെ മടക്കി എടുത്തതിന് ശേഷം രണ്ടാമത് പരത്തി എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് പരത്തരുത്. പതിയെ ഒന്ന് പരത്തി എടുക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ
അപ്പോൾ ഇത് മുഴുവനും നമ്മളിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും അതിന് മുകളിലേക്ക് ഇഡലിത്തട്ട് വെച്ച് കൊടുക്കുക. ഇഡലിത്തട്ടിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് വരും. ഇപ്പോൾ ഈ വേവിച്ചെടുത്താൽ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. സവോള ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരു പകുതി ക്യാരറ്റ് ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ചെറിയൊരു തക്കാളിയാണ്. അതിൻ്റെ കുരുവും അതിനുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം തക്കാളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയണൈസാണ്. ആദ്യം നമുക്കൊരു 2.5 സ്പൂൺ മയണൈസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മയണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചില്ലി മയണൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി മയണൈസ് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ മാത്രം റെഡിയാക്കി വെച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അതിനുള്ളിലേക്ക് നമ്മൾ ആദ്യമേ മയണൈസ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ തക്കാളിയും അതുപോലെ സവോളയും പിന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് മയണൈസും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ കുറച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ബാക്കി കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പീസ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കുക. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷവർമയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്